വിൽസൺവാഗനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി. ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ കുരിയച്ചേരിലെ ടാക്സ് ബൈക്സിലാണുള്ളത്. ഇവിടെ നമ്മൾ സൂപ്പർ മീറ്ററിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് താഴെയൊക്കെ വന്ന കമൻറ്റ്സ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു റെഡ് ക്ലാസിക്കിനെ കുറിച്ചിട്ടായിരുന്നു എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിരവധി പ്രത്യേകത ഒരു വാഹനത്തിന്, അതായത് ഏകദേശം 40,000 മുകളിൽ ആക്സറി ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അതും ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന ആപ്പ് വഴിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പുതിയ വാഹനം എടുക്കുന്നവർ മാത്രമല്ല, ഓൾറെഡി ഞങ്ങൾക്ക് ക്ലാസിക് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ഏതെങ്കിലും മോഡലുള്ളവരൊക്കെ കാണുന്നത് നല്ലതാണ്. കാരണം ഇത്തരത്തിൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ 2 വർഷം വാറൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഷോറൂമിൽ നിന്നും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതും EMI ഓപ്ഷനുണ്ട്. ആ രീതിയിൽ വേണമെന്നുള്ളവർക്ക് EMIയും സൗകര്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത്, എത്രയൊക്കെയാണ് അതിന് കോസ്റ്റ് വന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടും നോക്കാം. ഈ ഒരു വാഹനം മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഈ രൂപത്തിലുള്ള ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ക്ലിൻഡൻ ഉണ്ട് ടാക്സ് ബൈക്സിൽ. നമ്മൾ നിരവധി നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്ന നമ്മുടെ എൻഫീൽഡിൻ്റെമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ ക്ലിൻഡൻ വിളിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഹിമാലയൻ ഒരുമിച്ച് നിർത്തിയത്, പിന്നെ ഒരു 75 മോഡൽ റീസ്റ്റോർ ചെയ്ത് അത്തരം വാഹനങ്ങളൊക്കെ നമ്മുടെ ക്ലിൻഡനാണ് നമുക്ക് സെറ്റാക്കി തരുന്നത്. ഒരു പുതിയ വണ്ടിയെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തു. അതെ, നമ്മൾ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കമന്റ് ബോക്സിൽ ഈ വണ്ടിനെ കുറിച്ച് ചോദിക്കുന്നത് ഈ സംഭവം എന്ന് വെച്ചാൽ, നമുക്കൊരു ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ സീറ്റ് ആയാലും ഹെലോയ് വീൽ ആയാലും ആക്സറീസ് ആയാലും ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് റോയൽ എൻഫീൽഡ് ആപ്പിൽ മേക്ക് ഇറ്റ് യുവർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെലോയ് വീൽ ആയാലും ക്രാഷ് കാർഡ് ആയാലും സീറ്റ് ആയാലും നമുക്ക് മാറ്റാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വണ്ടിയിൽ ഈ സീറ്റ് വെക്കുമ്പോൾ അത് എങ്ങനെയുണ്ട്, അതിന്റെ പ്രസൻസ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഡയറക്റ്റ് കാണാൻ പറ്റും. അതായത് 360 വ്യൂ നമുക്ക് അതിന്റെ അതെ 360 വ്യൂ അടക്കം നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പ്രൈസ് അടക്കം നമുക്ക് കാണാൻ പറ്റും. പ്രൈസും അറിയാലേ. അതെ, നമുക്ക് ഇപ്പോൾ ഒരു സീറ്റ് ആഡ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ ഇതിന്റെ അലോയ് വീലിന്റെ പ്രൈസ് 14,000 വരുന്നത്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയിൽ വെച്ച് കാണാൻ പറ്റും. ഓക്കെ, വണ്ടിയിലെ അലോയ് വീൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, സീറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഫുള്ളും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഓപ്ഷന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത് നമുക്ക് ഏതൊരാൾക്കും മൊബൈലിൽ ഇപ്പൊ ഇതിന്റെ ഇതൊരു കസ്റ്റമർക്കുള്ള ഒരു വാഹനമാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം അതിന്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ ആള് ഇവിടെ വന്നിട്ടില്ലല്ലോ ഷോറൂമിൽ ഇതുവരെ ബുക്ക് ചെയ്യാനും മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ആള് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടേ ഇല്ല. മേക്ക് ഇറ്റ് യുവേഴ്സ് ആപ്പ് വഴിയാണ് ഈ ഒരു വാഹനം ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഡെലിവറി? ഇതിന്റെ ഡെലിവറി ആൾറെഡി നമ്പർ പ്ലേറ്റ് ഒക്കെ റിസീവ്ഡ് ആണ്. അപ്പോൾ ആള് മോസ്റ്റ്ലി നെക്സ്റ്റ് വീക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആളിന് വേണ്ടി വിദേശത്തിരുന്നിട്ട് ഈ രൂപത്തിൽ അതെ മേക്ക് ഇറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ സീറ്റ് വേണം, ഈ അലോയ് വീൽ വേണം, ഈ ക്രാഷ് കാർഡ് വേണം എന്ന് ആള് പറഞ്ഞ് ആള് ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ. ഇതിൽ എന്തൊക്കെ നമുക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് എന്തൊക്കെ? ശരിക്കും പറഞ്ഞ ക്ലാസിക് ക്രോം എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന് അലോയ് വീൽ വരാറില്ല. ഓൺ റോഡ് എത്ര വരുന്നത്? ഇത് ഓൺ റോഡ് 2,79,000 വരുന്നത്. നോർമലി ഓൺ റോഡ്. പിന്നെ ഇതിൽ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അലോയ് വീൽ ആള് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് 14,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് ആള് ഫ്രണ്ട് ഷീറ്റും ബാക്ക് ഷീറ്റും മാറ്റിയിട്ടുണ്ട്. ടൂറിംഗ് സീറ്റ്. അതെ ഇതിന് 3,950. ബാക്കിൽ വരുന്ന സീറ്റിന് 2,950 വരുന്നത്. പിന്നെ ആള് ബാക്ക് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ പൊതുവെ ക്ലാസിക് മോഡലിന്റെ ബാക്കിൽ വരുമ്പോൾ കമ്പി ടൈപ്പ് ആണ് വരിക. പക്ഷെ ഇത് ബാക്ക് റെസ്റ്റ് ആണ് വരുന്നത്. 2,750 ആണ് വരുന്നത്. ആപ്പിൽ ഡയറക്റ്റ് കാണാൻ പറ്റും. ഇതിനും ഈ മോഡൽ മൊത്തം PPF ചെയ്തിട്ടുണ്ട്. ഒരു ഷൈനിങ് നമ്മൾ ആ ഒരു ലൈവ് വീഡിയോ ആയിട്ട് പോലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു PPF ബോഡി മൊത്തം PPF ചെയ്തിട്ടുണ്ട്. ടാങ്ക് മാത്രമല്ല കേട്ടോ, കംപ്ലീറ്റ് PPF ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ള ക്രാഷ് കാർഡ്. പിന്നെ ക്രാഷ് കാർഡ് ഇതിന് 4,500 വരുന്നത്. ഡയറക്റ്റ് റോയൽ എൻഫീൽഡിന്റെ ക്രാഷ് കാർഡ് ആണ്. ഇതിന് 2 year വാറന്റി വരുന്നുണ്ട്. ക്രാഷ് കാർഡിന് വാറന്റി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പാർട്സിനും വാറന്റി ഉണ്ട്. ഇപ്പൊ അലോയ് വീൽ അടക്കം 2 year വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് അപ്പൊ അതിന്റെ ഒരു പ്രധാന ഗുണം. നമുക്ക് ജെനുവിൻ ആക്സറി ആയിട്ട് തന്നെ കിട്ടും. ചെയ്യുന്ന പോലെയല്ല. റേറ്റും കൂടുതലൊന്നുമല്ല. 14,000 നോർമൽ സാധാരണ കമ്പനി വാറന്റിയും 2 വർഷത്തെ വാറന്റിയോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊരു നല്ലൊരു ഡീൽ എന്ന് പറയാം. പിന്നെ സം ഗാർഡ് വെച്ചിട്ടുണ്ടല്ലേ? സം ഗാർഡ് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ സം ഗാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒന്ന് ലുക്ക് വൈസും അട്രാക്റ്റീവ് ആണ്, എന്നിട്ട് സേഫ്റ്റി വൈസ് ഒക്കെയാണ്. ബിക്കോസ് എനി സ്റ്റോൺ ഇഞ്ചിൻ കേസിൽ കൊണ്ടിട്ട് ഇഞ്ചിൻ കേസ് ക്രാക്ക് വരാണെങ്കിൽ നമുക്ക് വാറന്റിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ സം ഗാർഡ് വെക്കുമ്പോൾ നമുക്ക് സ്റ്റോണൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് ഇതിന്റെ മെയിൻ. അതെ, ഇതിൽ ബ്ലാക്കിലും വരുന്നുണ്ട്, സിൽവറിലും വരുന്നുണ്ട്. എല്ലാം നമുക്ക് ചോയ്സ് ഉണ്ടല്ലേ? ക്രാഷ് കാർഡ് നിരവധി കളറും അതുപോലെ ഡിസൈൻ ഒക്കെ ചേഞ്ച് ആയിട്ട്. ക്രാഷ് കാർഡ് ബ്ലാക്ക് വെക്കണമെങ്കിൽ ബ്ലാക്ക് വെക്കാം, സം ഗാർഡ് ബ്ലാക്ക് വെക്കണമെങ്കിൽ ബ്ലാക്ക് വെക്കാം. അതുപോലെ സീറ്റ് ആയാലും ബ്ലാക്ക് നിരവധി. അതെ, ഒരു ആപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് യുവേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എല്ലാത്തിനും ചോയ്സും ഉണ്ട് ഒരുപാട്. അതായത് നമ്മളിപ്പോൾ ഒറ്റൊരു സാധനം മാറ്റി വെക്കുക എന്നുള്ളതല്ല, അതിൽ പല കളേഴ്സ്, പല
ഡിസൈൻ തീമിനനുസരിച്ച് ചേഞ്ചസ് ആയിട്ടൊക്കെ നമുക്ക് അതിൽ കാണാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വാഹനം യുണീക്ക് ആക്കാം. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് അതാണല്ലോ, ഞാൻ എടുക്കുന്ന വാഹനം ഒന്ന് മറ്റുള്ള വ്യത്യസ്തമായി നിൽക്കണം എന്നുള്ളത്. എക്സാമ്പിൾ മീറ്റിയോർ വണ്ടികൾക്കൊക്കെ കസ്റ്റം കളേഴ്സ് തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു വൈറ്റ് ബ്ലാക്ക് അതൊക്കെ കസ്റ്റം കളേഴ്സ് ആയിട്ട് വരും. അത് കസ്റ്റമർക്ക് ഡയറക്റ്റ് കസ്റ്റമൈസ്ഡ് ഓർഡർ ചെയ്യാം. ഏതൊക്കെ മോഡലിൽ ഇപ്പൊ ഇത് വെച്ചിട്ട് ആപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും? ക്ലാസിക് മോഡൽ എല്ലാ മോഡലും ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടികൾക്കും എല്ലാ മോഡലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസിക് ആയാലും മീറ്റിയോർ ആയാലും സൂപ്പർ മീറ്റിയോർ ആയാലും GT ആയാലും എല്ലാ മോഡലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 100-നൊക്കെ ചെയ്യാൻ പറ്റും. അതേ ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റമർക്ക് സ്വയം ആപ്പിലല്ല മൊബൈലിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ പോണ വണ്ടി എങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞ ഡിസൈൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ്. അതില് മീറ്റിയോറിലാണെങ്കിൽ നമുക്ക് ടാങ്കിലൊരു ഇത് കണ്ടു നെയിം. നമുക്ക് മീറ്റിയോറിലെ ടൂറിംഗ് സീറ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് നെയിം ബാഡ്ജ് കിട്ടും. ടൂറിംഗ് സീറ്റ് വിത്ത് ക്രാഷ് കാർഡ് മേക്ക് ഇറ്റ് യൂസ് രീതിയിൽ ചെയ്യുമ്പോൾ വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ അവരുടെ ഒരു നെയിം ബാഡ്ജ് അവരുടെ ടാങ്കിൽ ഉണ്ടാവും. ഇപ്പോൾ ക്ലിൻറ്റൺ, എൻ്റെ പേര് ക്ലിൻറ്റൺ. അപ്പോൾ ഞാനാണ് ഈ വണ്ടി ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ടൂറിംഗ് സീറ്റും ക്രാഷ് കാർഡും ഓർഡർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേര് ടാങ്കിൽ ഉണ്ടാവും. സോ അത് ക്ലാസിക്കിൽ ഏതെങ്കിലും മോഡൽ വരുന്നുണ്ടോ? ക്ലാസിക് മോഡൽ മീറ്റിയോറിന് മാത്രമാണ് സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. അത് നിരവധി വാഹനം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടുന്ന് ചെയ്തെന്നുള്ള സംശയം പലർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് മേക്ക് ഇറ്റ് യൂസ് വഴി ഓർഡർ ചെയ്യുന്ന വാഹനങ്ങളിൽ നമുക്ക് എന്തായാലും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഷോറൂമായിട്ട് ഡയറക്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഷോറൂമിലേക്ക് വരാ രീതിയിലാണ്? നമുക്ക് ഡീലർ കോഡ് കൊടുക്കാൻ പറ്റുമോ? ഡീലർ കോഡ് ഉണ്ട്. ഡീലർ കോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ശരി. അപ്പോൾ അത് ചെയ്യുന്ന ആളാണോ നമ്മളെ ഡീലറുടെ ഇത് കൊടുക്കേണ്ടത്? ഡീലർ കോഡ് ചെയ്യുന്ന ആളാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്ഥലം എവിടെ നോക്കിയിട്ട് അവിടുത്തെ നമുക്ക് ഡീലർ കോഡ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. പക്ഷെ എന്നാലും കസ്റ്റമർക്ക് ഷോറൂമിലേക്ക് വരാണെങ്കിലും മൊബൈലിൽ ചെയ്യുമ്പോഴും നമുക്ക് ഡയറക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നാൽ ടാബിൽ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അതിന്റെ കസ്റ്റമൈസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വണ്ടി കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഒരു കസ്റ്റമർ വന്ന് മീറ്റിയോർ നോർമലായിട്ട് ബുക്ക് ചെയ്തു. ആ കസ്റ്റമറിന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനോ മോഡൽ ചേഞ്ച് ചെയ്യാനോ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരു ആള് കസ്റ്റമൈസ് ചെയ്ത് കളർ മാറ്റുകയാണെങ്കിൽ നമുക്ക് മോഡൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് നോൺ റീഫണ്ടബിൾ ആണ്. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പോൾ ഒരു കസ്റ്റമൈസ് ചെയ്താൽ കസ്റ്റമർക്ക് നോൺ റീഫണ്ടബിൾ ആണ്. അത് നമ്മൾ മുമ്പ് തന്നെ പറയാറുണ്ട്. പക്ഷെ പൊതുവെ വെയിറ്റിംഗ് പീരീഡ് ഒരു 2 month 1 month ഒക്കെ ആവശ്യമുള്ളൂ. അതിനുള്ളിൽ വണ്ടി ഷോറൂമിൽ എത്തും. എനി സിറ്റുവേഷൻ കസ്റ്റമർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് മേക്ക് ഇറ്റ് യൂസിന്റെ. അതായത് നമുക്ക് വേണ്ടി ബിൽഡ് ചെയ്യുന്ന ഒരു കസ്റ്റം മോഡലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ പിന്നീട് നമുക്ക് റീഫണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ടൂറിങ്ങിന് പറ്റുന്ന വീതിയുള്ള ഫുട് പെഗുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫുട് പെഗ് വെക്കുമ്പോൾ നമുക്ക് കാലിന് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അതെ, ലോങ് ഒക്കെ ഓടിക്കുമ്പോൾ ശരിക്കും നല്ലൊരു കംഫർട്ടബിൾ ആണ്. ഇതിന് റേറ്റ് എത്രയാ? ഇതിന് 2650 ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ ഫുട് പെഗിലായാലും ബ്ലാക്കും സിൽവർ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ബ്ലാക്ക് ആയാലും ഉണ്ട്, സിൽവർ ആയാലും വരുന്നുണ്ട്. അതെല്ലാത്തിലും നമുക്ക് ചോയ്സസ് നിരവധി ഉണ്ട്. എല്ലാ മോഡലും, അതായത് ഒറ്റ സംഭവം മാത്രമല്ല, അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് നിങ്ങൾ ചോദിച്ച ഈ ഒരു പർട്ടിക്കുലർ വാഹനം ഉള്ളത്. ഇതല്ല ഇപ്പോൾ ക്ലാസിക്കിൽ ഏറ്റവും റേറ്റ് കൂടിയ ഏറ്റവും ക്ലാസിക്കിൽ ഏറ്റവും കൂടിയ മോഡൽ ക്ലാസിക് 2,79,000 ഓൺ റോഡ്. 79 ഓൺ റോഡ് പ്ലസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40,000-ന് മുകളിൽ PPF അടക്കം ആക്സറി ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ മുകളിൽ റേറ്റ് വരുന്ന ഒരു 3,10,000 റേറ്റ് വരുന്ന ഒരു ക്ലാസിക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ നമുക്ക് നിലവിലെ ക്ലാസിക്കിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് പ്രൈസ് ക്ലാസിക് റെഡിയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എത്ര സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഇപ്പോൾ എങ്ങനെ വരും? നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുമ്പോൾ 2,26,000 ആണ് വരുന്നത്. സിംഗിൾ ഡിസ്ക് ആയിരിക്കും. ക്ലാസിക് രജിസ്റ്റർഡ് എന്ന് പറയും. നമ്മുടെ ഷോറൂമിൽ വണ്ടി സിംഗിൾ ചാനൽ ABS. ഡ്യുവൽ ചാനൽ വരുമ്പോൾ 2,38,000 വരിക. ഡ്യുവൽ ചാനൽ ഏറ്റവും റേറ്റ് പറഞ്ഞ 2,38,000. പിന്നെ അലോയിൽ വരുമ്പോൾ അതിനായിട്ടുള്ള പ്രൈസ് വേരിയേഷൻ അങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിങ് നമുക്ക് ഇപ്പോൾ ഡ്യുവൽ ചാനൽ 2,38 സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ടോപ്പ് മോഡൽ നമ്മളിപ്പോൾ ഈ കാണുന്ന നമ്മുടെ ക്രോം ആണ്. ഇതിൽ റെഡ് തന്നെ ഉള്ളൂ. ഇതിൽ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ വേറൊരു കളറും കൂടിയുണ്ട്. ഇതിൽ 2 കളേഴ്സാണ് വരുന്നത്. ക്ലാസിക് ക്രോം റെഡും ക്ലാസിക് ക്രോം ബ്രോൺസ്. ഈ 2 കളേഴ്സാണ് വരുന്നത്. ക്ലാസിക്കിൽ എങ്ങനെ ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക് ഒരു 30,000 ഡൗൺ പേയ്മെന്റ് മതി. ഇല്ല, 25,000 ഒക്കെ മതി. അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 20 ആയാലും മതി. അതെ. അപ്പോൾ എങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു 30 ആണെന്നുണ്ടെങ്കിലൊക്കെ ഡൗൺ EMI സ്കീമൊക്കെ സ്റ്റാർട്ടിംഗ് 30,000 അടയ്ക്കുമ്പോൾ മന്ത്ലി 6,000 സംതിങ് 3 കൊല്ലം 3 ഇയേഴ്സ് വരും. ബേസിക്കലി എത്ര കൂട്ടി അടയ്ക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാസടവ് പറയും. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് നിലവിലെ ക്ലാസിക്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ടാക്സ് ബൈക്സിൽ വന്നാൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ക്ലാസിക് വാഹനങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൗൺ പേയ്മെൻറ്റ് വളരെ കുറവ് വരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എല്ലാവരും കൂടി കണ്ടതിൽ സന്തോഷം. അതെ.
അപ്പോൾ എന്തെങ്കിലും കാരണം ക്ലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കസ്റ്റമൈസേഷനെ പറ്റിയിട്ടോ മറ്റുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഏതൊരു വാഹനത്തിനെ പറ്റിയിട്ടോ ഇപ്പോൾ സൂപ്പർ മീറ്റോർ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാഹനം നേരിട്ട് കാണണം എന്നുണ്ടെങ്കിലും മറ്റുള്ള വാഹനങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ടാക്സ് ബൈക്സ് കുരിയച്ചിറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിരവധി നമുക്ക് ഏകദേശം തൃശ്ശൂർ ജില്ലയിൽ തന്നെ 4 സ്ഥലങ്ങളിൽ ഷോറൂം അവൈലബിൾ ആണ്. അപ്പോൾ എവിടെയാണെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വന്നാൽ വാഹനം നേരിട്ട് കാണാനും ഫൈനാൻസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കസ്റ്റമൈസ് ചെയ്ത വാഹനത്തെക്കുറിച്ച് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.